Hi everyone, this is Jebin Say from Evika. അങ്ങനെ iOS 26ന്റെ പുതിയ ബീറ്റ 3 ആപ്പിൾ റിലീസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് വന്ന അപ്ഡേറ്റ് ഒരു 2.5 GB വന്നത്. അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാൻ എനിക്ക് വിട്ടുപോയി. അതുകൊണ്ട് ഞാൻ ആ അപ്ഡേഷൻ സൈസ് കണ്ടുകൊണ്ടാണ് ഇതിൽ 2.5 GB ഉണ്ടെന്ന് പറഞ്ഞത്. കുറേ കൂട്ടുകാർക്ക് 10 GB 11 GB വരെ ഈ അപ്ഡേഷൻ സൈസ് പോകും. നിങ്ങളുടെ ഫോൺ പ്രോ വേരിയൻ്റ് ഒക്കെ ആണെങ്കിൽ ആ ഒരു അപ്ഡേഷൻ സൈസ് കൂടും. കാരണം കുറച്ച് ഫീച്ചേഴ്സ് അതിന് കൂടുതലാണ്. എൻ്റെ ഡിവൈസിൽ 2.5 GB വന്നത്. സോ ഈ ഒരു അപ്ഡേഷൻ്റെ കൂടെ തന്നെ ആപ്പിൾ കുറേയധികം പുതിയ ബീറ്റാസും റിലീസ് ചെയ്യുന്നുണ്ട്. iPadOS, macOS, watchOS എന്നിങ്ങനെ കുറേയധികം ബീറ്റാസും ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് റെഗുലറായിട്ട് ആപ്പിൾ അപ്ഡേറ്റ്സ് എല്ലാം ലഭിക്കണമെങ്കിൽ നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റിയ കാര്യമാണ്. പക്ഷേ നിങ്ങൾക്ക് കുറേയധികം പുതിയ ഇൻഫർമേഷൻസ് അറിയാനും പറ്റും. സോ ദിസ് ഇസ് Jebin Savia. വെൽക്കം ബാക്ക് ടു എവിക്ക. ഒന്നാമത്തെ കാര്യം, നമുക്ക് ബിൽഡ് നമ്പറിൽ സ്റ്റാർട്ട് ചെയ്യാം. നേരെ സെറ്റിംഗ്സ് എടുക്കാം. ഇവിടെ ജനറൽ ഓപ്ഷൻ, അവിടെ ഈ കാണുന്ന എബൌട്ട് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ iOS വേർഷൻ കാണാം. ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് വേർഷൻ്റെ ബിൽഡ് നമ്പർ കാണാം. iOS 26 23A5287G എന്നാണ് ഈ ഒരു അപ്ഡേഷൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ബിൽഡിൻ്റെ നമ്പർ എന്ന് പറയുന്നത്. ഈ ഒരു അപ്ഡേഷൻ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന അപ്ഡേഷൻ ഒരു 3-4 വരെയും ബീറ്റാസ് നമുക്ക് ഇനി വരാനുള്ള ചാൻസ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു അപ്ഡേഷൻ നമുക്ക് പുതിയ മോഡേൺ ഫോണിൻ്റെ അപ്ഡേഷൻ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ടെക്നിക്കലായ എന്തെങ്കിലും ഇഷ്യൂസ് ബീറ്റ 2-ൽ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ഈ ഒരു അപ്ഡേഷനിലും നിലനിൽക്കാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. ഈ ഒരു അപ്ഡേഷനിൽ നമുക്ക് കുറച്ച് പുതിയ ഫീച്ചേഴ്സും അതോടൊപ്പം ചേഞ്ചസും കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു അപ്ഡേഷനിൽ ഏറ്റവും ആദ്യം നമുക്ക് നോക്കേണ്ട ചേഞ്ച് എന്ന് പറഞ്ഞാൽ കുറച്ചധികം വാൾപേപ്പേഴ്സിൻ്റെ കളേഴ്സ് ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. iOS 26ൻ്റെ ഡിഫോൾട്ട് വാൾപേപ്പർ ആയിരുന്നു നിങ്ങൾക്ക് ഈ കാണുന്ന ഈ ഒരു വാൾപേപ്പർ എന്ന് പറയുന്നത്. ഇതിന് കുറച്ച് പുതിയ ഡിഫറെൻറ്റ് കളേഴ്സ് ആപ്പിൾ കൊണ്ടുവന്നു. ഞാനിവിടെ ആഡ് ന്യൂ വാൾപേപ്പർ ക്ലിക്ക് ചെയ്തു. താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ iOS എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും, മൾട്ടിപ്പിൾ കളേഴ്സിൻ്റെ ഓപ്ഷൻ. ഇതാണ് ഡിഫോൾട്ട് കളർ എന്ന് പറയുന്നത്. ഈ ഒരു കളറിൻ്റെ പേര് സ്കൈ എന്നാണ്. നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവും. ജസ്റ്റ് സ്ക്രോൾ ചെയ്യുമ്പോൾ മനസ്സിലാവും, ഇവിടെ സ്കൈ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഡിഫോൾട്ട് വാൾപേപ്പറാണ്. എനിക്ക് തോന്നുന്നു iPhone 16 ഒക്കെ ആ ഒരു കളർ ഷെയ്ഡ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി രണ്ടാമത്തത് ഷാഡോ എന്ന് പറയുന്ന കളറ്, മൂന്നാമത്തെ ഹാലോ എന്ന് പറഞ്ഞ കളറ്, നാലാമത്തെ ഡസ്ക് എന്ന് പറയുന്ന കളർ. ഈ 4 കളേഴ്സും ഇവിടെ വന്നിട്ടുണ്ട്. ഈ ഒരു കളേഴ്സ് ഓപ്ഷൻ അല്ലെങ്കിൽ കളർ ഡിഫറൻസിയേഷനും ആപ്പിൾ പുതിയ വാൾപേപ്പറിൽ iOS 26 ബീറ്റ 3-ൽ കൊണ്ടുവന്നിട്ടുണ്ട്. അടുത്ത മാറ്റമാണ് ഒറിജിനൽ iOS 26ൻ്റെ ബീറ്റ 1 റിലീസ് അപ്പോൾ ലിക്വിഡ് ഗ്ലാസ് എഫക്റ്റ് ആപ്പിൾ കൊണ്ടുവന്നു. കുറേ പേര് അതിന് കംപ്ലയിൻറ്റ് ചെയ്തു, വായിക്കാൻ പറ്റുന്നില്ല, ലെജിബിൾ അല്ല, അങ്ങനെ കുറേ കാര്യങ്ങൾ. സോ ബീറ്റ 2-ൽ ആപ്പിൾ ട്രാൻസ്ലൂസൻസി കുറച്ചു. ബീറ്റ 3-ൽ നന്നായിട്ട് ആപ്പിൾ കുറച്ചു. ഇവിടെ നിങ്ങൾ ഈ ഒരു ആപ്പിൾ മ്യൂസിക്കിൻ്റെ നൗ പ്ലേയിങ് ബാർ നോക്കിയാൽ മനസ്സിലാവും. ആ ലിക്വിഡ് ഗ്ലാസ് എഫക്റ്റ് മാറ്റി കുറച്ചധികം ബ്ലാക്ക് ആക്കി, അതായത് ഒരു ഫ്രോസ്റ്റഡ് ഗ്ലാസ് എഫക്റ്റിലേക്ക് ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ചും ലെജിബിൾ ആവാനും അല്ലെങ്കിൽ കുറച്ചും റീഡബിലിറ്റി കൂട്ടാനും വേണ്ടിയാണ് ആപ്പിൾ ഈ ഒരു ഓപ്ഷനിലേക്ക് ജമ്പ് ചെയ്തിരിക്കുന്നത്. താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഓരോ മ്യൂസിക്കിൻ്റെയും ആർട്ട് കവേഴ്സിൻ്റെ ജസ്റ്റ് ഷാഡോസും ഫ്രെയിംസും മാത്രമാണ് ഇവിടെ സൈഡിലും എഡ്ജിലുമായിട്ട് നിങ്ങൾ കാണിക്കുന്നത്. ആ ഒരു പ്രോപ്പർ ലിക്വിഡ് ഗ്ലാസ് എഫക്റ്റ് ഇവിടെ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ ചെറുതായിട്ട് ഒരു ലിക്വിഡ് ഗ്ലാസ് എഫക്റ്റ് അല്ലെങ്കിൽ ഫ്രോസ്റ്റഡ് ഗ്ലാസ് എഫക്റ്റ് മാത്രമാണ് എനിക്ക് ആപ്പിൾ മ്യൂസിക്കിൽ ഫീൽ ചെയ്യുന്നത്. ബീറ്റ 2 ആയിരുന്നു എനിക്ക് കുറച്ചും കൂടെ ഫേവറേറ്റ്. കാരണം ആ ലിക്വിഡ് ഗ്ലാസ് എഫക്റ്റ് എന്ന് പറഞ്ഞ പേരിന് ആ ഒരു മീനിങ് കൊടുത്തത് കഴിഞ്ഞ ബീറ്റിലായിരുന്നു. ഈ ഒരു ബീറ്റിലേക്ക് വന്നപ്പോൾ കുറച്ചും കൂടെ ബ്ലാക്ക് ആവുകയും അതോടൊപ്പം ആ ഒരു ഫീല് എനിക്ക് കിട്ടുന്നില്ല. നിങ്ങൾക്ക് ഈ പറയുന്ന ആപ്പിളിൻ്റെ അപ്ഡേഷനിൽ ഫ്രോസ്റ്റഡ് ഗ്ലാസ് ആണോ അല്ലെങ്കിൽ ലാസ്റ്റ് വന്ന ലിക്വിഡ് ഗ്ലാസ് ആണോ കുറച്ചും കൂടെ ഇഷ്ടമെന്ന് താഴത്ത് കമൻറ്റ് ചെയ്യുക. ഈ ഒരു ഓപ്ഷൻ ഫസ്റ്റ് പാർട്ടി ആപ്ലിക്കേഷൻ, അതായത് ആപ്പിളിൻ്റെ എല്ലാ ഇൻബിൽഡ് ആപ്ലിക്കേഷൻസിലേക്കും മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ സഫാരി എടുക്കാം. സഫാരിയിലും ഈ ഒരു URL ബാറിൽ നോക്കുമ്പോൾ മനസ്സിലാവും സെയിം ആ ഒരു ഫ്രോസ്റ്റഡ് ഗ്ലാസ് എഫക്റ്റാണ് ഫീൽ ചെയ്യുന്നത്. താഴത്തേക്ക് ടാപ്സ് ഒക്കെ പോകുമ്പോഴും നിങ്ങൾക്ക് ഈ പറഞ്ഞ ബാക്ക്ഗ്രൗണ്ടിൽ വലിയ ഒരു ഗ്ലാസി എഫക്റ്റ് ഫീൽ ചെയ്യുന്നില്ല. കുറച്ചധികം ട്രാൻസ്ലൂസൻസി കുറച്ച് ആപ്പിൾ റീഡബിലിറ്റി കൂട്ടാൻ വേണ്ടിയാണ് ഈ പറഞ്ഞ ഓപ്ഷൻ കൊണ്ടുവന്നിരിക്കുന്നെങ്കിലും എനിക്ക് ആ ഒരു ഗ്ലാസി എഫക്റ്റ് iOS 26 എന്ന് പറയുമ്പോൾ ഗ്ലാസി എഫക്റ്റാണ് ആപ്പിൾ പറഞ്ഞത്. അത് എനിക്ക് ഈ ഒരു അപ്ഡേഷനിൽ ഫീൽ ചെയ്യത്തെ പോലെ തോന്നുന്നുണ്ട്. ഇതെൻ്റെ മാത്രം തോന്നലായിരിക്കാം. നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യുക. ഇനി ഈ ഒരു അപ്ഡേഷനിൽ കുറേയധികം ബഗ് ഫിക്സും അതോടൊപ്പം ബഗ്സുകളും ആപ്പിൾ എന്തായാലും കൊടുക്കുന്നുണ്ട്. ഇവിടെ ബഗ് ഫിക്സ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത് കുറച്ചും കൂടെ ലെസ് ചോപ്പി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു ഡിവൈസ് ഇപ്പോൾ സ്ക്രോൾ ചെയ്യുമ്പോൾ അത്യാവശ്യം സ്മൂത്തായിട്ട് തന്നെ പോകുന്നുണ്ട്. ചെറിയൊരു ബഗ് ഞാൻ കണ്ടുപിടിച്ച് ഞാൻ നേരത്തെ ഈ പറഞ്ഞ വാൾപേപ്പർ സെക്ഷനിൽ പോയി
വാൾപേപ്പർ എടുത്തു, ആഡ് ന്യൂ വാൾപേപ്പർ കൊടുത്തു. ഞാനിപ്പോൾ സ്ക്രോൾ ചെയ്തിട്ട് വാൾപേപ്പർ എടുത്തു. ഞാനിവിടെ ജസ്റ്റ് ഈ ഒരു ക്ലോസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാനായിരിക്കും. നിങ്ങൾക്ക് കാണാൻ പറ്റും ക്യാൻസൽ ഞാൻ ക്ലിക്ക് ചെയ്യാണ്. ഒരു ഫുൾ ബ്ലാക്ക് സ്ക്രീൻ വരും. ഇത് കണ്ടോ കേട്ടോ, ഉണ്ടോ? ഫുൾ ബ്ലാക്ക് സ്ക്രീൻ വരും. ഈ ഒരു ബഗ് എനിക്കിപ്പോൾ iOS 26 ഫീൽ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ടാപ്പ് ചെയ്താൽ അത് മാറും. ആ ഒരു ബഗ്, ചെറിയൊരു ബ്ലാക്ക് സ്ക്രീൻ ബഗ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന പോലെ കുറേയധികം അൺവാണ്ടഡ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക അൺഫോർച്ചുനേറ്റ് അൺഎക്സ്പെക്റ്റഡ് ആയ കുറേയധികം ബഗ്ഗുകൾ ഡിവൈസിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പ്രൈമറി ഫോണിൽ ഒരിക്കലും ഈ ഒരു അപ്ഡേഷൻ ഞാൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പറയില്ല. ഈ പറഞ്ഞ ഫീഡ്ബാക്ക് ആപ്പ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ iOS 26 വന്ന നോൺ ഇഷ്യൂസും അതോടൊപ്പം റിസോൾവ് ഇഷ്യൂസും ആപ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ റിസോൾവ് ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ കുറേയധികം ഫിക്സ്ഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആപ്പിൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ താഴത്തേക്ക് പോകുമ്പോഴും ഇവിടെ ആപ്പിൾ മ്യൂസിക്കിന് ഒരു നോൺ ഇഷ്യൂ കാണുന്നുണ്ട്. ഓട്ടോമിക്സ് ട്രാൻസ്ലേഷൻ മേ ബി ലെക്സ് കോംപ്ലക്സ് ഓർ നോട്ട് അവൈലബിൾ ഇൻ സ്പേഷ്യൽ ഓഡിയോ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ നോൺ ഇഷ്യൂസും അതോടൊപ്പം റിസോൾവ് ഇഷ്യൂസും നിങ്ങൾക്ക് കുറേയധികം കാണാൻ പറ്റും. ഈ പറയുന്ന ഇഷ്യൂസ് അല്ലാതെ ഇപ്പം നേരത്തെ ഞാൻ കണ്ട പോലെ വാൾപേപ്പറിലൊക്കെ ചെറിയൊരു ബഗ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫീഡ്ബാക്ക് ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് ആപ്പിളിനെ റിപ്പോർട്ട് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് ഈ പറഞ്ഞ മെസ്സേജിങ് ഓപ്ഷൻ കണ്ടോ, ഇവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആപ്പിളിനെ റിപ്പോർട്ട് ചെയ്യാം. കാരണം അങ്ങനെ റിപ്പോർട്ട് ചെയ്താൽ മാത്രമാണ് ഓരോ അപ്ഡേറ്റ് വരുമ്പോൾ ആപ്പിൾ ഈ പറഞ്ഞ ബഗ്ഗുകളെ കുറിച്ച് കുറച്ചുകൂടെ സ്മൂത്തർ ആൻഡ് ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള OS നമുക്ക് തരുള്ളൂ. സോ ഈ പറയുന്ന ഫീഡ്ബാക്ക് ആപ്പ് എല്ലാ ബേറ്റ യൂസേഴ്സും നല്ല രീതിയിൽ യൂസ് ചെയ്യണം എന്നാണ് എൻ്റെ റെക്കമെൻഡേഷൻ. ആൻഡ് ഈ പറഞ്ഞ പെർഫോമൻസ് എനിക്ക് കുറച്ചും കൂടെ സ്മൂത്തായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബേറ്റ 2 സ്ക്രോൾ ചെയ്യാൻ നേരം ഇങ്ങനെ സ്റ്റക്കായിട്ട് 2 സെക്കൻഡ് നിന്നിട്ടാണ് സ്ക്രോൾ ആവാറുണ്ടായത്. ആ ഒരു ക്ലട്ടറിങ് അല്ലെങ്കിൽ ആ ഒരു മൈക്രോ സ്റ്റട്ടേഴ്സ് എനിക്ക് ഇതിൽ കുറഞ്ഞിട്ടുണ്ട്. കുറച്ചും കൂടെ ലെസ് ചോപ്പി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അടുത്തൊരു ബഗ്ഗായിരുന്നു കോൾ ഡ്രോപ്പ് എന്ന് പറയുന്നത്. എനിക്കും പേഴ്സണലി ഈ പറഞ്ഞ ഫോൺ ആപ്പും ഫേസ് ടൈം ആപ്പും ഉപയോഗിച്ചുകൊണ്ട് കോൾ ചെയ്യുമ്പോൾ കുറച്ചധികം കോൾ ഡ്രോപ്സ് വരാറുണ്ട്. കണക്ട് ചെയ്യാനായിട്ട് കുറേയധികം ടൈം എടുക്കാറുണ്ട്. അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഈ ഒരു അപ്ഡേഷൻ അത് റിസോൾവ് ആയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആൻഡ് ബേറ്റയുടെ ബാറ്ററിയും അതോടൊപ്പം ഹീറ്റിംഗ് ഇഷ്യൂസും ചോദിക്കുകയാണെങ്കിൽ ലാസ്റ്റ് 2 അപ്ഡേറ്റിലും എനിക്ക് ഹീറ്റിംഗ് ഇഷ്യൂ കുറച്ചധികം കുറവായിരുന്നു. ഈ ഒരു ബേറ്റയിലും എനിക്ക് വലുതായിട്ടൊരു ചൂട് ഇവിടെ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. സൈഡ് ഗ്രിൽസിലും എനിക്ക് വലിയ ചൂടൊന്നും ഫീൽ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ബീറ്റ 3 ഹീറ്റിംഗ് ഇഷ്യൂ വലുതായിട്ട് ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബാറ്ററി ഒബ്വിയസ്ലി നിങ്ങൾക്കറിയാവുന്ന പോലെ എൻ്റെ ഡിവൈസിൽ ഇപ്പോൾ സർവീസാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാറ്ററി പെർഫോമൻസ് അത്ര വലിയ ഹ്യൂജ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യില്ല. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ചാർജിങ്ങിൻ്റെ അല്ലെങ്കിൽ ബാറ്ററി ഹെൽത്ത് സർവീസ് കാണിക്കുന്നുണ്ട് 74 ആണ്. അതുകൊണ്ട് തന്നെ വലിയൊരു ഹ്യൂജ് പെർഫോമൻസ് എൻ്റെ ഡിവൈസിൽ ഉണ്ടാവില്ല. പക്ഷേ ഈ പറയുന്ന 74%ലും അത്യാവശ്യം ഒരു ഡീസൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് തന്നെ തരുന്നുണ്ട്. ഞാൻ ഇൻസ്റ്റഗ്രാമും അതോടൊപ്പം തന്നെ ആപ്പിൾ മ്യൂസിക്കും യൂട്യൂബ് മ്യൂസിക്കും എല്ലാം ഈ പറഞ്ഞ ഡിവൈസിലാണ് കൂടുതലും യൂസ് ചെയ്യാറ്. 1 മണിക്കൂർ മുമ്പാണ് 97 ആയത്, ഇപ്പോൾ 83 ആയിട്ടുണ്ട്. എന്നാലും ഒരു എന്താ പറയുക 10-16% വരെ ചാർജ് ഇവിടെ പോയിട്ടുണ്ട്. ഈ പറയുന്ന 1 മണിക്കൂർ കൊണ്ട് 16% ചാർജ് എന്നാൽ അത്യാവശ്യം നല്ല ഡ്രെയിൻ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന എൻ്റെ പർപ്പസിന് ഈ ഒരു ബാറ്ററി സർവീസ് അല്ലെങ്കിൽ ഈ ഒരു ബാറ്ററി കണ്ടീഷനിൽ ഓക്കെ ആയിട്ട് തന്നെയാണ് എനിക്ക് ഈ ഒരു ഡിവൈസിലെ ബാറ്ററി എന്ന് പറയുന്നത്. ബാറ്ററിയിലെ എല്ലാ കാര്യങ്ങളും ഡിപ്പെൻഡ് അപ്പോൺ പേഴ്സണൽ യൂസാണ്. നിങ്ങളുടെ ഫോൺ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അതോടൊപ്പം ഔട്ട്ഡോർ യൂസ് ഉണ്ടോ, എക്സ്ട്രീം ഗെയിമിംഗ് ഉണ്ടോ, അതൊക്കെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ബാറ്ററിയുടെ ആ ഡ്രെയിനിങ്ങും നിങ്ങൾക്ക് കിട്ടുക. ഇനി അടുത്തൊരു കാര്യമാണ് എന്നായിരിക്കും iOS 26 പുതിയ ബേറ്റയും പബ്ലിക് ബേറ്റയും iOSൻ്റെ പുതിയ അപ്ഡേഷൻസും വരാനുള്ള ചാൻസ്. ഈ ഒരു വീക്കിൽ മേ ബി iOS 26 പുതിയ ബേറ്റ നമുക്ക് വരാനുള്ള ചാൻസ് ഇല്ല. അടുത്ത ആഴ്ച ആയിരിക്കും iOS 26 ഒന്നെങ്കിൽ ഈ പറയുന്ന 3 തന്നെ ഒരു റീ റിലീസും അതിനുശേഷം പബ്ലിക് ബേറ്റ 1 ആപ്പിൾ റിലീസ് ചെയ്യാനുള്ള ചാൻസ്. ഈ പറയുന്ന സെപ്റ്റംബർ വരെയും നമുക്ക് iOS 26 പുതിയ ബേറ്റാസ് വരുന്നതായിരിക്കും. ഈ ഒരു ജൂലൈ മാസം iOS 18.6 ഒരു ഒഫീഷ്യൽ അപ്ഡേഷൻ ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഒഫീഷ്യൽ അപ്ഡേഷൻ്റെ ഇടയിൽ നമുക്ക് ഈ പറയുന്ന iOS 18.5.1 എന്ന അപ്ഡേഷൻ ലഭിക്കുമെന്നാണ് ഒരു റിപ്പോർട്ട് കിട്ടിയത്. കാരണം iOS 18.5 കുറേയധികം ബഗുകൾ യൂസേഴ്സ് ഫീൽ ചെയ്തു. ഈ ഒരു അപ്ഡേഷൻ പാറ്റേൺ അനുസരിച്ച് മിക്കവാറും iOS 18.5.1 ആപ്പിൾ റിലീസ് ചെയ്യില്ല. അതിന് പകരം ഡയറക്റ്റായിട്ട് iOS 18.6 ആപ്പിൾ പുഷ് ഫോർവേഡ് ചെയ്യാൻ പോകുന്നത്. ഈ iOS പ്രഡിക്ഷൻ കറക്റ്റായിട്ട് ഇതേപോലെ തന്നെ വരും എന്ന് ഞാൻ ഉറപ്പ് പറയുന്നില്ല. ഇത് നമുക്ക് ആപ്പിളിൻ്റെ ആ ഒരു റിലീസിങ് പാറ്റേൺ വെച്ചിട്ടുള്ള ഒരു പ്രഡിക്ഷൻ മാത്രമാണ്. സോ ഈ ഒരു അപ്ഡേഷൻ വീഡിയോയിൽ കുറേയധികം പുതിയ കാര്യങ്ങൾ അറിഞ്ഞു മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക. എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. റെഗുലറായിട്ട് ആപ്പിൾ അപ്ഡേറ്റ്സും ബാക്കി എല്ലാ കാര്യങ്ങളും അറിയണമെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെയും
നിങ്ങൾക്ക് നമ്മളെ ഫോളോ ചെയ്യാം. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സോൾ വീഡിയോ. ദിസ് ഇസ് Bin Xavier signing from Evica.